ഹലോ മക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ എലമെൻറ്റ്സ് എന്ന ടോപ്പിക്കാണ്. കെമിസ്ട്രിയിൽ ഒരു പർട്ടിക്കുലർ പീരിയോഡിക് ടേബിൾസിനെ പറ്റിയുള്ള ഓവറോൾ ഒരു വ്യൂ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അവിടെ നമുക്ക് അറിയാം, ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1 ആണ്, സോഡിയം അറ്റോമിക് നമ്പർ 11 ആണ്, കോപ്പർ അറ്റോമിക് നമ്പർ 29 ആണ്, കാൽഷ്യം അറ്റോമിക് നമ്പർ 20 ആണ്, ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്, പലേഡിയം അറ്റോമിക് നമ്പർ 46 ആണ്, ഫ്രാൻസിയം അറ്റോമിക് നമ്പർ 87 ആണ്, അയൺ അറ്റോമിക് നമ്പർ 26 ആണ്, ഗോൾഡ് അറ്റോമിക് നമ്പർ 79 ആണ്, സൾഫർ അറ്റോമിക് നമ്പർ 16 ആണ്, ഡബ്നിയം അറ്റോമിക് നമ്പർ 11 ആണ്, ഹാസിയം അറ്റോമിക് നമ്പർ 108 ആണ്, തോറിയം അറ്റോമിക് നമ്പർ 90 ആണ്, അലൂമിനിയം അറ്റോമിക് നമ്പർ 13 ആണ്, ക്ലോറിൻ അറ്റോമിക് നമ്പർ 17 ആണ്, മെർക്കുറി അറ്റോമിക് നമ്പർ 80 ആണ്, ക്യൂറിയം അറ്റോമിക് നമ്പർ 96 ആണ്, ആർഗൺ അറ്റോമിക് നമ്പർ 18 ആണ്, കാർബൺ അറ്റോമിക് നമ്പർ 6 ആണ്, യുറേനിയം അറ്റോമിക് നമ്പർ 92 ആണ്. ഇതുപോലെയുള്ള 118 എലമെൻറ്റ്സ് നമ്മുടെ പീരിയോഡിക് ടേബിളിലുണ്ട്. ഓരോ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആറ്റം വെച്ച് നിർമ്മിക്കപ്പെട്ടതാണ്. പിന്നെന്താണ്, 94 എന്ന് പറയുന്നത് നാച്ചുറലി ഒക്യൂറിങ് ആയിട്ടുള്ളതാണ്. അപ്പം ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലി മാൻമെയ്ഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നുണ്ടല്ലോ ഓർഡർ ഓഫ് കാസ്, അതായത് എയർലി ക്ലാസിഫിക്കേഷൻസ് ഓഫ് എലമെൻറ്റ്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എയർലി മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്നൊരു ഗ്രൂപ്പിംഗ് മാത്രമേ ഉള്ളായിരുന്നു. ഓക്കെ, പിന്നീട് വന്ന ഒരു ഇതാണ് ഡോബർനേസ് ട്രയാഡ് എന്ന് പറയും. അതൊരു ജർമ്മൻ കെമിസ്റ്റാണ്, ജോഹാൻ വോൾഫ് വാഗൻ ഡോബ്രൈനർ എന്ന് പറയുന്ന 1817 ജനിച്ചിരുന്ന ഒരു മനുഷ്യൻ ഒരു ഗ്രൂപ്പ് ഓഫ് എലമെൻസിനെ ത്രീ എലമെൻസിനെ വെച്ച് ഒരു ട്രയാഡ്സ് ഫോം ചെയ്ത് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, 3 എലമെൻസിനെ ട്രയാഡിലാക്കിയിട്ട് അറ്റോമിക് നമ്പർ ഓഫ് മിഡിൽ എലമെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ആവറേജ് ആയിരിക്കും മറ്റുള്ളതിൻ്റെ അറ്റോമിക് മാസസിൻ്റെ. അറ്റോമിക് നമ്പർ അല്ല, അറ്റോമിക് മാസസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്തത്. ഓക്കെ, ഓർക്കുക, ഇന്നത്തെ മോഡേൺ കൺസെപ്റ്റുകളിൽ അറ്റോമിക് നമ്പറാണ് എടുക്കുന്നതെങ്കിൽ ആദ്യകാലത്ത് അറ്റോമിക് മാസിനെ ബേസ് ചെയ്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് നടന്നിരുന്നതെന്ന് ഓർക്കുക. അപ്പം മിഡിൽ എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് അതിൻ്റെ അതർ 2 എലമെൻറ്റ്സിൻ്റെ അറ്റോമിക് മാസസിൻ്റെ ആവറേജ് ആയിട്ട് വരും എന്നുള്ള രീതിയായിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം അതൊരു ട്രയാഡിൽ വരുന്ന ഒന്നായിരുന്നു. അപ്പോൾ എന്താണ്, മിഡിൽ എലമെൻറ്റ് 23 ആണ്, ബാക്കി അറ്റോമിക് മാസ് ആണ് 23 ആണ്, ബാക്കി രണ്ടിൻ്റെ ലിഥിയത്തിന് 6.9 പൊട്ടാസ്യത്തിന് 39.0 ആണ്. അപ്പം അത് രണ്ടും കൂടെ എടുത്തിട്ട് അതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ 23 വരുന്നു. അപ്പോൾ അതൊരു ഗ്രൂപ്പായി. അതുപോലെ ട്രയാഡ് 2ൽ വന്നതാണ് കാൽഷ്യം, സോൺഷ്യം, ബേരിയം എന്ന് പറയുന്ന 3 എലമെൻറ്റ്സ്. ഓക്കെ, അപ്പം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് കാൽഷ്യത്തിൻ്റെ 40.1 ആയിരുന്നു, സോൺഷ്യത്തിൻ്റെത് 87.6 ആയിരുന്നു, ബേരിയത്തിൻ്റെ 137.3 ആയിരുന്നു. അതുപോലെ നിങ്ങൾക്ക് ആവറേജ് കൺസിഡർ ചെയ്യാൻ പറയാം. അതുപോലെ ക്ലോറിൻ, ബേറിയം, അയഡിൻ ഇത് മൂന്നും അടുത്തൊരു ട്രയാഡിൽ പെടുന്നതായിരുന്നു. അതിൻ്റെ ക്ലോറിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 35.5 ആയിരുന്നു, ബേരിയത്തിൻ്റെ 79.9 ആണ്, അയഡിൻ്റെ 126.9 ആയിരുന്നു. ഇങ്ങനെയായിരുന്നു ഒരു ക്ലാസിഫിക്കേഷൻ. പിന്നെ എന്ത് പറഞ്ഞു, ഡോബർനേസ് ട്രയാഡിൽ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ 3 ട്രയാഡ്സേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അല്ലായിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക് ഇത് ഇത്രയും എടുത്താൽ എന്താണ്, നൈട്രജൻ്റെ 14 ആണ്, ആർസനിക്കിൻ്റെ 74.9 ആണ്, ഫോസ്ഫറസിന് 31.0 ആണ്. അപ്പോൾ ആവറേജ് ഓഫ് അറ്റോമിക് മാസ് എന്താണ്, നൈട്രജനും ആർസനിയം എന്ന് പറഞ്ഞാൽ 44.45 ആണ്. അപ്പോൾ ഇത് ഡോബർനേസ് ട്രയാഡിൽ അല്ലെങ്കിൽ ഡോബർനേസ് ട്രയാഡിൽ പെടത്തില്ല. ഓക്കെ, പിന്നെ വന്നിട്ടുള്ള ഒരു ഇതാണ് ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടാവ്സ്. ഈ ഒക്ടാവ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, മ്യൂസിക്കൽ ഒക്ടാവ്സ്, അതായത് സ, രി, ഗ, മ, പ, ധ, നി, സ എന്ന് പറയുന്ന 8 ചേരുന്നതാണല്ലോ, ഒക്ടൻസ് ആണല്ലോ. അതുപോലെ ഒരു ഇത് ട്രെൻഡ് കാണിക്കുന്നു. അതായത് ജോൺ ന്യൂലാൻഡ്സ് എന്ന് പറഞ്ഞാൽ 1866 ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ഹൈഡ്രജനിൽ സ്റ്റാർട്ട് ചെയ്ത് തോറിയം വരെയുള്ള 56 എലമെൻറ്റ്സിൽ ഉൾപ്പെടുന്ന ഒരു ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടാവ്സ് കണ്ടുപിടിക്കുന്നു. 8th എലമെന്റ് എന്ന് പറയുന്നതിന് ഫസ്റ്റ് എലമെന്റിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് പറഞ്ഞാൽ സരി, ഗ, മ, പ, ധ, നി, സ എന്ന് പറയുന്ന പോലെ ആ ഒക്ടേവിന്റെ റെപ്പറ്റീഷൻ, ഒരു പീരിയോഡിക് റെപ്പറ്റീഷൻ അവിടെ ഷോ ചെയ്തു. അതാണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. അതായത് സോഡിയം ഇസ് 8th എലമെന്റ് ആഫ്റ്റർ ലിഥിയം. അപ്പം അതെന്താണ്, റിസംബിൾ ചെയ്യുന്നുണ്ട് ഈച്ച് അതറായിട്ട്. അപ്പം അതുപോലെ ബേരിയം ആൻഡ് മഗ്നീഷ്യം അതും റിസംബ്ലൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പാർട്ട് ഓഫ് ന്യൂലാൻഡ്സ് ഒക്ടേവ്സ് എന്ന് പറയുന്നതിൽ നമുക്ക് എടുക്കാൻ പറ്റും സാരി, ഗ, മ, പ, ധ, നി, സ എന്നുള്ള രീതിയിൽ ദു, രെ, മി, ഫ, സോ, ല, ടി എന്നുള്ള ഇതാണ് അതിൽ പറയുന്നത്. ഓക്കെ,
അപ്പം ഹൈഡ്രജൻ, ലിഥിയം, ബേറിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, അങ്ങനെ പോകുമ്പോൾ നൈട്രജനും ഓക്സിജനും ഹൈഡ്രജനും ഒക്കെ ഏകദേശം ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്യാസ് എലമെന്റ്സ് ആണെന്ന് മനസ്സിലായി. അതുപോലെ ഫ്ലൂറിൻ, സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ് ആൻഡ് സൾഫർ. ഇവിടെ എന്ത് കാണിക്കുന്നു? ആ ഫ്ലൂറിൻ്റെ ഒരു റിസംബ്ലൻസ് സൾഫർ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ക്ലോറിൻ, പൊട്ടാസ്യം, കാൽഷ്യം, ക്രോമിയം, ടിൻ, മാംഗനീസ്, അയൺ. അതിൽ ക്ലോറിനും മാംഗനീസിൻ്റെ ഒരു റിസംബ്ലൻസ്, പ്രോപ്പർട്ടിക്കൽ റിസംബ്ലൻസ് കാട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇപ്പം കൊബാൾട്ട് ആൻഡ് നിക്കൽ എന്ന് പറയുന്ന ഒരു ഇത് എടുക്കുമ്പോൾ കോപ്പർ, സിങ്ക്, ഇൻഡിയം, ആർസനിക്, ഫെറിയം. അപ്പോൾ അവിടെയും ഒരു ഇതുണ്ട്. പക്ഷേ റിസംബ്ലൻസ് വരുന്നത് ഒരു ലിമിറ്റ് ഉണ്ട്. 56 എലമെന്റ്സ് കഴിഞ്ഞപ്പോൾ ആ സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു പീരിയോഡിക് റെപ്രസെൻറ്റേഷൻ പിന്നീട് നമുക്ക്, അല്ലെങ്കിൽ പീരിയോഡിക് റെപ്പറ്റേഷൻ നമുക്ക് പിന്നെ കാട്ടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം ഈ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്ന ആ ഒക്ടേവ് ലോസ് അല്ലെങ്കിൽ ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പോലും അതിനൊരു ലിമിറ്റേഷൻ വന്നു. ഓക്കെ, അതായത് അത് ആ റെപ്പറ്റീഷൻ, പീരിയോഡിക് റെപ്പറ്റീഷൻ എന്ന് പറയുന്നത് 56 എലമെന്റ്സിലൂടെ അത് സ്റ്റോപ്പായി മാറുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. ഇനി ന്യൂലാൻഡ് ഒക്ടേവ്സിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഏതൊരു ക്ലാസിഫിക്കേഷൻ മെത്തേഡ്സിലും ലിമിറ്റേഷൻസ് ഉണ്ട്. ട്രയാഡ്സ് എടുത്തപ്പോൾ അത് എവിടെയാണ് 3 ട്രയാഡുകളെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതിൻ്റെയൊക്കെ ആവറേജ് മിഡിൽ എലമെന്റ് മാസസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇവിടെ വരുന്നില്ല. ഓക്കെ, ഒരു കാര്യം കൂടെ ഓർത്തോളൂ, ഒക്ടേവ്സിലും എന്താണ് മാസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്, അറ്റോമിക് മാസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് ഈ ക്ലാസിഫിക്കേഷന് വേണ്ടി അവർ കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കാൽഷ്യം വരെ പറ്റുന്നുള്ളൂ. 8th എലമെന്റ് എന്ന് പറയുന്നത് നോ പ്രോപ്പർട്ടി. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഫസ്റ്റ് എലമെന്റുമായിട്ട് ഒരു പ്രോപ്പർട്ടിയും കാണിക്കുന്നില്ല. ന്യൂലാൻഡ് എന്ന് പറഞ്ഞാൽ 56 എലമെന്റ് നേച്ചർ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് കണ്ടെത്തി. പക്ഷെ അതിനേക്കാൾ ഡിസ്കവറീസ് പിന്നീട് നടന്നപ്പോൾ ലോ ഓഫ് ഒക്ടേവ്സ് ഒബേ ചെയ്യുന്നില്ലെന്ന് മനസ്സിലായി. എലമെന്റ്സ് ടേബിളിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി അവിടെ എന്ത് ചെയ്തു? അഡ്ജസ്റ്റ്മെന്റ് നടത്തി ഒരു പുതിയ സ്ലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി. അതായത് അതായത് ഈ പ്രോപ്പർട്ടീസ് കാണിക്കാത്ത രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് നടത്തിയപ്പോൾ അത് പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ലെന്ന് മനസ്സിലായി. അതുപോലെ കൊബാൾട്ടും നിക്കലും എന്ന് പറഞ്ഞ സെയിം സ്ലോട്ടിൽ ഇട്ടു. അതുപോലെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബേരിയം എന്നൊക്കെ പറയുന്നത് അതേ റെപ്പറ്റീഷൻ പോലെ കാണിച്ചു. പക്ഷേ ഇതിനൊന്നും ഒരു അറിയാം, നമുക്ക് കൊബാൾട്ടിനും നിക്കലും പോലെ അല്ലല്ലോ ഫ്ലൂറിൻ, ക്ലോറിൻ, ബേരിയം ഒന്നും ഒരു പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് കോമൺ അല്ല. അപ്പം അങ്ങനെയും കുറേ ഫാക്ട്സ് വന്നു. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെ അയൺ എന്ന് പറയുന്നത് കൊബാൾട്ട് നിക്കലുടെ റിസംബ്ലൻസ് ആണ്, പക്ഷേ അത് ഫാർ അവേ ഫ്രം ദം ആണ് അറേഞ്ച് ചെയ്ത് വെച്ചത്. പിന്നെ നോബിൾ ഗ്യാസിൻ്റെ ഡിസ്കവറിയോടുകൂടി ലോ ഓഫ് ഒക്ടേവ് ഇറവലൻ്റ് ആയി. അതായത് ഈ ലോ എന്ന് പറയുന്ന ലൈറ്റർ എലിമെൻറ്റ്സിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തി. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോ ഓഫ് ട്രയാഡ്സ് ഫോം ചെയ്തു, അല്ലെങ്കിൽ ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നതെല്ലാം കണ്ടുപിടിച്ചത് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ പോലും അതൊക്കെ പിന്നീടുള്ള ക്ലാസിഫിക്കേഷൻ, ഇന്നത്തെ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തുന്നതിന് വേണ്ടി അതൊക്കെ എന്ന് പറയുന്ന ഒരു ഭാഗവത്തായി, അല്ലെങ്കിൽ അതൊക്കെ എന്ന് പറയുന്ന ഒരു ഇനിഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് കൊടുക്കുന്നതിനൊരു ഫയറായി. അതിനുശേഷം പിന്നീട് കുറേ സയൻറ്റിസ്റ്റുകൾ വന്ന് അതിൻ്റെ ഒരു ഇത് പിടിച്ചാണല്ലോ. അപ്പം ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ഇതെല്ലാം ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു. ഇന്നത്തെ പീരിയോഡിക് ടേബിളിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു യാത്ര എന്ന് തന്നെ പറയാം. ട്രയാഡ്സിൽ നിന്ന് ഒക്ടേവ്സിൽ വന്നു, അതിൻ്റെയും ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം കൂടുതൽ എലമെൻസിനെ ഇങ്ങനെ സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയൊരു ഇത് വരേണ്ടി വന്നു. ഇനിയാണ് പറയുന്നത്, അതിനിടയ്ക്ക് മെൻഡലീവ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ പീരിയോഡിക് ടേബിൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഡിമിട്രി ഇവാനോവിച്ച് മെൻഡലീവ് എന്ന് പറഞ്ഞാൽ 1834-1907 ഒരു റഷ്യൻ കെമിസ്ട്രി ആയിരുന്നു. അതാണ് മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഡെവലപ്മെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ഏറ്റവും വലിയൊരു മനുഷ്യൻ എന്ന് പറയാം. മെൻഡലീവ് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ ഈ യൂണിഫൈങ് പ്രിൻസിപ്പിളാണ് കെമിസ്ട്രിയിൽ ഫോളോ ചെയ്ത. അതായത് ഡിസ്കവറി ഓഫ് ന്യൂ എലമെൻറ്റ്സ് അനുസരിച്ച് ഒരു എലമെൻറ്റ്സിന് പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്യാമെന്ന് മനസ്സിലായി. മെൻഡലീവ് എന്താണ് എക്സാമിൻ ചെയ്ത റിലേഷൻ എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസസ് ആണ്. ഇവിടെയും മനസ്സിലാക്കും, അറ്റോമിക് നമ്പറിലേക്ക് എത്തിയിട്ടില്ല. അറ്റോമിക് മാസസ് വെച്ച് 63 നോൺ എലമെൻറ്റ്സിന് അതിൻ്റെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് വെച്ച് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഹൈഡ്രൈഡ്സും ഓക്സൈഡ്സും ഫോം ചെയ്യുന്ന ഓക്സിജൻ ഹൈഡ്രജൻ കോമ്പൗണ്ട്സ് വെച്ചുള്ള ആണെന്നും, അതുപോലെ എന്താണ് ഈ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് ഫോമിലും നോൺ റിയാക്റ്റീവ് ഫോമിലും ഉള്ള കുറേ എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്യാൻ പറ്റി.
ഫോർമുല ഓഫ് ദ ഹൈഡ്രേറ്റ്സ് ആൻഡ് ഓക്സൈഡ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ബേസിക് പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അത് സെറ്റ് ചെയ്യാനും അദ്ദേഹം ചെയ്തു. ഓക്കെ, അറ്റോമിക് മാസ് ഇപ്പം ഞാനാണ് ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പറെങ്കിൽ മാസ് എന്ന് പറഞ്ഞാൽ 18.998 ആണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ടേബിൾ നിർമ്മിച്ചു. അദ്ദേഹം ഈ പ്രോപ്പർട്ടീസ് എല്ലാം 63 കാർഡിൽ സെറ്റ് ചെയ്ത് സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നതിൻ്റെ ഇൻക്രീസിങ് അറ്റോമിക് ഓർഡറിലാണ് അതിനെ അറേഞ്ച് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒരു സിമിലർ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പീരിയോഡിക് ലോ എന്ന് പറയുന്ന ഒരു ഇത് ഫോർമുലേറ്റ് ആയത്. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദർ അറ്റോമിക് മാസസ്. അതായത് മാസിന്റെ ബേസിൽ, അറ്റോമിക് മാസിന്റെ ബേസിൽ ആണ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് അദ്ദേഹം എത്തി. ചില കേസസിൽ എന്ന് പറഞ്ഞാൽ സ്ലൈറ്റർ ഗ്രേറ്റർ അറ്റോമിക് മാസുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ലോവർ അറ്റോമിക് മാസുള്ള എലമെന്റ്സിനെക്കാട്ടി മുന്നിൽ പ്ലേസ് ചെയ്യേണ്ടി വന്നു. ഈ സീക്വൻസ് ഇൻവെർട്ടഡ് ചെയ്യുന്നത് സിമിലർ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ കൊബാൾട്ടിന് അറ്റോമിക് മാസ് 58.9 ആണെങ്കിൽ നിക്കലിൽ അറ്റോമിക് മാസ് 58.7 മുന്നേ അത് വന്നു. അത് സ്ലൈറ്റ്ലി ആ ഡെസിമൽ പോയിന്റിലുള്ള വേരിയേഷൻസ് ഉണ്ടല്ലോ, ആ വേരിയേഷൻസ് കൺസിഡർ ചെയ്ത് അവിടെ ഹയർ അറ്റോമിക് മാസസ് ഉള്ള എലമെന്റ്സ് മുന്നിൽ പ്ലേസ് ചെയ്യും, ലോവർ അറ്റോമിക് മാസ് ഉള്ളത് പിന്നീട് പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ തന്നെ മനസ്സിലായി അവിടെ ഒരു അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു പീരിയോഡിക് സിറ്റി അവിടെ കീപ്പ് ചെയ്യാൻ പറ്റിയില്ല. അറ്റോമിക് മാസസിന്റെ ബേസിൽ ഒരു പീരിയോഡിസിറ്റി അവിടെ കീപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നീട് അത് കൂടുതൽ എലമെന്റ്സ് കണ്ടുപിടിച്ച് വന്നപ്പോൾ ഇത് വീണ്ടും ഇതുപോലെ മിസ് മാച്ച് ആയിട്ടുള്ള കുറേ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യേണ്ടി വന്നു. മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളാണ് അവിടെ കാട്ടിയിരിക്കുന്നത് കേട്ടോ. അതിനെ ഗ്രൂപ്പ്സ് ആയിട്ടും പീരീഡ്സ് ആയിട്ടും, അതായത് വെർട്ടിക്കൽ കോളംസിനെ ഗ്രൂപ്പായിട്ടും ഹൊറിസോണ്ടൽ റോസിന് പീരീഡ്സ് ആയിട്ടും സെറ്റ് ചെയ്യുകയും 6 എന്ന് പറഞ്ഞ എലമെന്റ്സും സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മുടെ നമുക്കറിയാം ഓക്സൈഡ് ഹൈഡ്രൈഡ്, R2O, RO, R2O3, RO2, R2O5, RO3, R2O7, RO4 എന്നുള്ള ബേസിൽ നമ്മൾ എന്ത് ചെയ്തു? ഹൈഡ്രജൻ, ലിഥിയം, ബെറിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ എന്ന് പറയുന്ന ആദ്യത്തെ പീരീഡ്. കോളംസ് എന്ന് പറയുന്നത് 8 കോളംസ് അത് സെറ്റ് ചെയ്തു. ഓക്കെ, ആ കോളംസ് എന്ന് പറയുന്നതാണ് ഗ്രൂപ്പ്. ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ്, ഫിഫ്ത്ത് ഗ്രൂപ്പ്, സിക്സ്ത് ഗ്രൂപ്പ്, സെവൻത് ഗ്രൂപ്പ്, അങ്ങനെ 8 ഗ്രൂപ്പ്. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ഇതാണ് നമ്മൾ ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം എന്നുള്ളതൊക്കെ. പിന്നെ സെക്കൻഡ് ഇതിൽ വരുമ്പോൾ ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സോൺഷ്യം, ബേരിയം എന്നുള്ള രീതിയിലായി. പിന്നെ തേർഡ് ഗ്രൂപ്പ് വന്നപ്പോൾ ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, ഇറ്റാലിയം അങ്ങനെ ആയി. അതുപോലെ നമുക്ക് ഫർദർ കാണുമ്പോൾ അതറിയാം. അതിൽ ട്രാൻസിഷൻ സീരീസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ചെയ്തു. ഫസ്റ്റ് സീരീസ്, സെക്കൻഡ് സീരീസ്, ഓരോന്നിലും ഫസ്റ്റ് സീരീസും സെക്കൻഡ് സീരീസും അറേഞ്ച് ചെയ്ത് അദ്ദേഹം 6 റോസ് വരെ കൊണ്ടുവരികയും ചെയ്തു. അപ്പം ഇത് ഇന്നത്തെ അറ്റോമിക് നമ്പർ വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പുതിയ മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഇനിഷ്യൽ ഫോം എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടെ എലമെന്റ്സിനെ വൈഡറായിട്ട് അക്സെപ്റ്റ് ചെയ്യും, മാസിലേക്ക് എത്തിച്ചേർന്നു. അതായത് മാസ് എന്ന് പറയുന്ന അറ്റോമിക് മാസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ബേസിസ് എന്നുള്ള രീതിയിലുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത് വളരെ ഒരു വരിത്തിരിവായി നമ്മുടെ മോഡേൺ കെമിക്കൽ അല്ലെങ്കിൽ കെമിസ്ട്രി എന്ന് പറയുന്ന മേഖലയിൽ അതൊരു വരിത്തിരിവായി. ഈ മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ അച്ചീവ്മെന്റ്സ് എന്തായിരുന്നു? അദ്ദേഹം കുറച്ച് ഫേസസ് ലെഫ്റ്റ് ചെയ്തു പീരിയോഡിക് ടേബിൾ. എക്സിസ്റ്റൻസ് എലമെന്റ്സിന്റെ പ്രെഡിക്റ്റ് ചെയ്തു, അതിനുള്ള പേരുകൾ കൊടുത്തു. അതിന് അദ്ദേഹം ഏക്ക അല്ലെങ്കിൽ 1 എന്നുള്ള നെയിമിൽ സ്കാൻഡിയം, ഗാലിയം, ജെർമേനിയം, അതിനുശേഷം കണ്ടുപിടിച്ചതിനുള്ള ഏക്ക ബോറോൺ, ഏക്ക അലൂമിനിയം, ഏക്ക സിലിക്കൺ എന്നുള്ളത് പേരിൽ അതിന് പ്രിഡിക്ഷൻ നടത്തുകയൊക്കെ ചെയ്തു. അപ്പം പ്രോപ്പർട്ടീസ് ഓഫ് ഏക്ക അലൂമിനിയം, ഗാലിയം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അറ്റോമിക് മാസ് 68, മറ്റേത് 69.7 ഫോർമുല ഓഫ് ഓക്സൈഡ് E2O3 ആണ്, Ga2O3. അതുപോലെ ഫോർമുല ഓഫ് ക്ലോറൈഡ് എന്ന് പറയുന്നത് ECl3, GaCl3 ആയി. ഇത് പ്രൂവ്സ് ദാറ്റ് കറക്റ്റ്നെസ് ആൻഡ് യൂസ്ഫുൾനെസ് ഓഫ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ എന്നുള്ളത് നമുക്ക് അതോടെ മനസ്സിലായി. അതായത് ഇത് കുറച്ചുകൂടെ ആപ്റ്റ് ആണ് എന്നുള്ളതായി. പിന്നെ നോബൽ ഗ്യാസസ് ആയിട്ടുള്ള ഹീലിയം, നിയോൺ, ആർഗൺ എന്നൊക്കെ ഡിസ്കവർ ചെയ്തത് ലേറ്റ്ലി ആണെങ്കിലും അതിൻ്റെ പ്രസന്റ് റെയർലി ഇൻ ദ അറ്റ്മോസ്ഫിയർ ആണ്. അതിന് പുതിയ ഗ്രൂപ്പിൽ ഡിസ്റ്റർബ് ചെയ്യാതെ, എക്സിസ്റ്റിംഗ് ഓർഡർ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ ഒരു സ്പേസ് കിട്ടി. അപ്പം ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പം നമ്മൾ മെൻഡലീവ്സിന്റെ പീരിയോഡിക് ടേബിൾ, അതായത് അറ്റോമിക് മാസിന്റെ ബേസിലുള്ള പീരിയോഡിക് ടേബിൾ വരെ എത്തിക്കഴിഞ്ഞു. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന ഒരു ഡീപ്പ് ഇതാണ്. നമ്മൾ ഹയർ സ്റ്റഡീസിലോട്ട് പോകുന്നതോറും കൂടുതൽ അതിനെപ്പറ്റി, ഓരോ എലമെന്റ്സിനെ പറ്റി, ഓരോ ഗ്രൂപ്പിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരും. നമ്മൾ ഒരുപാട് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യേണ്ടി വരും. അപ്പം ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദ ക്ലാസ്. അപ്പം യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ മറ്റുള്ള കുട്ടികളിലേക്ക് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഹാവ് എ നെക്സ്റ്റ് ഡേ, കീപ് ഗോയിങ്.